കവറെടുത്ത് 98. ഓക്കെ. പരിപാടി ഉഷാറാക്കണം. സംഭാവന കുറക്കാൻ പാടില്ല. സംഭാവന മേടിക്കണം. മോദിക്കാരുടെ കുറച്ച് പൈസ മേടിക്കണം. ഉണ്ണിയേ കേട്ടാ എന്തൊക്കെയാണ് നമ്മളെ അമ്പലത്തിലെ ഉത്സവല്ലേ? അല്ല ഉത്സവമായോ? എന്താണ് അത് 8, 9, 10 തീയതി ആണോ? ആ ശരി ഉഷാറാക്കണോ? ഉഷാറാക്കണം. നാടകമുണ്ട്. നാടകല്ലേ? പുരാണ നാടകം മതി. നാടകമുണ്ട്, കൈകൊട്ടി കളിയുണ്ട്. പിന്നെ സസ്പെൻസ് ഉണ്ടോന്നു. എന്താണ്? നാടകത്തിൽ ഞാൻ പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആരോടും പറയണ്ട. ഉണ്ണി ആണോ? അനക്കൊക്കെ അതിന് സമയമുണ്ടല്ലോ. എനിക്കൊന്നും ഇവിടുന്ന് ഇറങ്ങാൻ പൈസനായിട്ട് നടക്കൂല്ലോ. അല്ല അത് അമ്പലത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഇതില്ലല്ലോ. എല്ലാ വർഷവും 500 ഞാൻ തരുന്നല്ലേ. ഉത്സവമാണ് ഉണ്ണിയെ. ഉത്സവം എന്നൊക്കെ പറഞ്ഞ ഒരു നാടിന്റെ ഉത്സവമാണ് അല്ലേ? അതെ അതെ. ഏത് മൊയ്തു പീപ്പി ഞാന് പ്രതീക്ഷിച്ച കാലതല്ലേ മൊയ്തു പീപ്പി. മൊയ്തു പീപ്പി നോട്ടീസ് ഞാൻ എത്തിക്കും. നോട്ടീസ് അടിച്ചു വിട്ടോട്ടെ. ആയിക്കോട്ടെ. അത് ഗസ്റ്റ് ഉണ്ട് ഒരു സിനിമയുടെ. അത് ശരിയായിട്ടോ മമ്മൂട്ടി അല്ലെ മോനെ ഏതും ഒരാളുണ്ടാവും. ആണോ? സിനിമ അല്ല പിന്നെ അല്ലേ? അതെ. ഇപ്പം പറയാൻ കഴിയില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കണമെങ്കിൽ നേരത്തെ കമ്മിറ്റിക്കാരോട് പറഞ്ഞാൽ മതി. എനിക്ക് സമയം കിട്ടൂല ഉണ്ണി. സിംഗിളാ ചെയ്യാലോ. ഇവിടെ 9 മണിക്കല്ലേ പീടി അടയ്ക്കാൻ പറ്റുള്ളൂ. അതെ. നിങ്ങൾ ചെല്ല്. പിന്നെ ഉത്സവാഘോഷ കമ്മിറ്റിക്ക് ഒരു ഫണ്ട് വേറെ തരണം. നമുക്ക് ഇന്നും നമ്മുടെ ചെലവ് എടുക്കാൻ പറ്റില്ല. നമ്മൾ എടുക്കുകയും ചെയ്യില്ല. നമ്മൾ ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി ചെറിയൊരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടമില്ല. അതിന് സംഭവം റെസീറ്റ് കുറിക്കൂല. അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും മുട്ടടിക്കേ അതല്ലേ കാര്യമല്ലേ? ചെലവുണ്ടാവുമല്ലോ. അതൊക്കെ അതിന്റെ അകത്ത് എടുത്ത് ചെയ്താൽ മതിയോ മോനെ. അതിനായിട്ട് വേറെ ഒന്നും പിടിക്കാൻ നിൽക്കണ്ട. അതത്ര നിർബന്ധമില്ല. ആകേട്ടന്റെ ഷർട്ടിനൊക്കെ കളർ കൂടി വരിക. പ്രസിഡന്റ് ആയിട്ട് ഒരു എന്റെ ഓർമ്മയിൽ പ്രസിഡന്റ് തന്നെ. നടത്തണ്ടേ ഉണ്ണി? മറ്റൊരു ആള് വരുന്നവരെ നടത്തണ്ടേ? അത് വിട്ടുകൊടുക്കൂല. പ്രസിഡന്റ് സാധനം വിട്ടുകൊടുക്കൂല. ഫസ്റ്റ് പറയും ഞാന്റെ പ്രസിഡന്റ് മീറ്റിംഗ് കുടിക്കുമ്പോ. ജീവികൾക്കൊക്കെയും വേണമല്ലോ മറ്റു ജീവികൾ തൻ സഹായം. ജീവികൾക്കൊക്കെയും വേണമല്ലോ. മൈതോ സുഖല്ലേ? സുഖല്ലേ? സുഖം. രാഘവട്ട ഇജുണ്ടോ? എവിടക്ക പിരിവിന? അതെ പിരിവിനാവില്ലേ? അമ്പലത്തിലെ നല്ലതാണ്. നിങ്ങൾക്ക് ജീവിക്കട്ടെ. ഓരോരുത്തർക്കും ഓരോ വഴിയാണേ അല്ലേ? അണക്കെന്റെ വഴി എന്റെ വഴി ഇവർക്ക് ഇവരെ വഴി. ഇങ്ങനെ പിരിവിനൊക്കെ ഒരു കണക്കാണ് കേട്ടോ. ഒരേ പൈസ ഇല്ല കയ്യില് പൈസ ഇല്ല. പൈസ വേണം എന്തെങ്കിലും ഒരു കാര്യം. 50 രൂപ ഇട്ട്. എന്തിനപ്പൊ നിങ്ങൾക്ക് 50 രൂപ? എവിടേക്കാ പോണേ പിരിവിന്? ഇവിടെ എല്ലാം നമ്മള് നാട്ടുപുറം. വെയിലല്ലേ? വെയിലല്ലേ? ഈ ചൂടിനെങ്ങനെ പിരിക്കാൻ പോവാ? എന്തെങ്കിലുമൊക്കെ കിട്ടണല്ലോ അല്ലേ? ആൾക്കാരുടെ അടുത്ത് വല്ലാതെ പിരിക്കാൻ പാടില്ല. മോശമാണ്. വെറുതെ തിന്നാൻ പാടില്ല. ഒരുപാട് ഇങ്ങനെ വെറുതെ തിന്നാലേ അത് ദഹിക്കില്ല. അങ്ങനെ കട്ടിക്ക് കിടക്കും. അതൊക്കെ ഓർമ്മ വേണം പിരിക്കുമ്പോ കേട്ടോ. ഏതായാലും പിരിക്കാൻ പോവല്ലേ ഒരു കാര്യം ചെയ്യുന്ന വെച്ചോ. വിശക്കും അപ്പൊ എന്തെങ്കിലും എടുത്ത് കുറിച്ച് തിന്നുക. കുറച്ച് വെള്ളം കുടിക്കാം. വെള്ളം ഉണ്ടോ അവിടെ? വെള്ളമില്ല. വെള്ളം ചെറിയ കുപ്പി വെള്ളം കൊടുക്കും കേട്ടോ. എന്നാലും തന്നെ ആയിക്കോട്ടെ. എന്തേലും കളർ വെള്ളം അവരെ കുടിച്ചോട്ടോ. അത് മതി. അതൊക്കെ കുടിച്ചോ. അതൊക്കെ കുടിക്കാൻ പിന്നെ നല്ലതാ. കുടിച്ചോ. ഈ വെള്ളമൊക്കെ നിങ്ങളെ കുടിക്കണ്ടേ? മുതൽ കാര്യം ഞാൻ പൈസ കൊടുക്കാം. പൈസ കൊടുത്തു. കടം ഒപ്പർക്ക് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ ഒരുപാട് പിരിക്കുകയും ചെയ്യരുത് ആൾക്കാര് കേട്ടാ. അല്ലാണ്ട് പറ്റിക്കരുത്. മൊയ്യോ എന്നാ ശരി കേട്ടോ. വേറെ 1-2 കാര്യങ്ങളോട് ചെയ്യാണ്ട്. എന്നിട്ട് ആൾക്കാരെ കാണണ്ടിരിക്കും. മൊയ്തോ ഞാൻ 2 പഴത്ത കുഴപ്പമുണ്ടോ? ഇല്ല കുഴപ്പമില്ല. ഇന്നൊന്നും കഴിച്ചില്ലേ? അതാണ് ചെറിയ ക്ഷീണം. അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പൊ എവിടുന്നോ ഞാൻ വന്നത് അവിടുന്ന്. അപ്പൊ അങ്ങോട്ട് പോട്ടെ. ശരി അപ്പൊ കേട്ടോ. അതെ ആ സാധനമൊക്കെ ഇങ്ങോട്ട് എടുത്തേ.
മൂപ്പർ പൈസ എന്നിട്ട് സാധനം മേടിച്ചു. പൈസ എന്നിട്ടോ? പൈസ എന്റെ അടുത്ത് മേടിച്ചിട്ടല്ലേ പൈസക്കല്ലേ രണ്ടാമത് കൊടുത്തിട്ട് അങ്ങോട്ട് സാധനം കടിക്ക്. അവർക്ക് നഷ്ടമാണ് പിന്നെ. മൂപ്പര സ്വഭാവം നിങ്ങൾക്ക് അറിയണല്ലേ, ആള് നോർമലല്ല, അതാണ്. ഇവിടെ നീ എന്നാലും വല്ലാത്തൊരു കഷ്ടാട്ടോ. ഇതൊക്കെ ആ ശീതളിനെ കൊണ്ട് വന്നാ അറിയാം നിങ്ങൾക്ക്. അതെ അതെ. ആ ശീതളൻ നന്നെങ്കിൽ മൂപ്പർ ഇങ്ങനെ നടക്കൂല. ശീതളിനെ പഠിപ്പിച്ചത് ഓന് ഗവൺമെന്റ് ഉദ്യോഗമൊക്കെ നേടിക്കൊടുത്തത് മൂപ്പരാ. ആ നന്ദിയൊന്നും ശീതളിനില്ല. ഇല്ല നല്ല മനുഷ്യനായിരുന്നു അയാൾ. കണ്ടില്ല ഇങ്ങനെ തേരാ പറ നടത്തിയുണ്ട്. മൂപ്പർ സൂര്യ തേജസ്സാണ്. ഇന്ന് വരെ എനിക്ക് ഒരാൾ ഒരു സാധനം മേടിച്ചു വെച്ചാ ഗന്ധം ആയിക്കോട്ടെ ഇപ്പൊ ബിസ്ക്കറ്റ് അങ്ങ് മേടിച്ചതല്ലേ. ഇതൊക്കെ ഒരു കളിയാണ്. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ അവസാനം ചോദിച്ചോ അങ്ങോട്ടാണ് പോകേണ്ടത്, ആൾ അങ്ങോട്ട് തന്നെ പോയി. സ്വബോധമില്ല. ഇതൊക്കെ ശരിക്കും ശീതളം വിചാരിച്ച ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരാഴ്ച അഡ്മിറ്റ് ചെയ്ത ആള് ശരിയാവും. ഓന് തോന്നണ്ടേ? നോക്കൂല ഇന്നത്തെ കാലം. ഓനൊക്കെ ഭയങ്കര നന്ദി കേടാ കാണിക്കുന്നത്. നന്ദി കേടാ. വേട്ടം പോയപ്പോഴേ കനിയം വന്നുള്ളൂ. ശീതള് 2 പാക്കറ്റ് പാല്, 1 പാക്കറ്റ് ബ്രെഡ്. സമ്പാദിക്കണ്ടേ? സമ്പാദിക്കണ്ടേ? ചോദിച്ചാൽ കിട്ടും. ഉപ്പ് കിട്ടും. ഇപ്പൊ കിട്ടും. ചോദിക്കാല്ലേ? ചോദിക്കാം. 105 105. ശീതള, അമ്പലത്തിലെ ഉത്സവാണ്. സംഭാവന കേട്ട ഭാവം നടിക്കാണ്ട് പോയില്ലോ. അഹങ്കാരം. ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള ഒരു ധാർഷ്ട്യം ഉണ്ടല്ലോ, അതാണ് ഓന്. അല്ല വീടിന്നല്ലേ മറുപടി 2 കാർ ഓടിച്ചു പോയതേ. നമ്മള് വീട്ടിൽ പോയിട്ട് സംഭാവന പിടിക്കും. അവനൊക്കെ ഉണ്ടല്ലോ നന്ദികേടാ കാണി. നിങ്ങളിപ്പോ ഈ കുത്തിരിക്കണ കസാലല്ലേ, പണ്ട് ഇവിടെ ഒരു ബെഞ്ചരി, ആ ബെഞ്ചിന് മേലെ ഇവിടെ വന്ന് കുത്തിരിക്കാൻ ഈ ജോലി കിട്ടാത്തതിന് മുമ്പ് പിന്നെ നമ്മളെ നാട്ടില് നടന്ന ഇവിടെ വന്ന സാധനങ്ങളൊക്കെ എത്ര കടം മേടിച്ചു കൊണ്ടുപോയിട്ട് പോയി. ഇപ്പൊ ഓന്റെ ഭാര്യ മണ്ടോതിരി, രണ്ടാള് പ്രേമത്തിലായിരുന്നല്ലോ. എന്നിട്ട് രജിസ്റ്റർ മാരേജ് ആയിരുന്നു. ഒരു സാക്ഷി ഞാൻ ഒപ്പിട്ട് കൊടുത്ത്. ഇത്ര മോശക്കാരൻ ഞാൻ അറിയില്ല. ആ നന്ദിയൊന്നാണ് അഹങ്കാരം. സർക്കാർ ജോലിന്റെ അഹങ്കാരം അതന്നെ. അല്ല റിട്ടയർഡാകുമ്പോ മനസ്സിലാവും. അതെ അതന്നെ ഞാൻ പറഞ്ഞു. കുറച്ച് കാലം കഴിയട്ടെന്ന് നമുക്ക് കാണാം. അതെ നിങ്ങൾക്കൊരു മോനുണ്ട്, ഓരോ കണക്കന്നെ, ഓരോ ഉദ്യോഗസ്ഥനാ. സത്യം പറയാറോ അല്ലേ? പറഞ്ഞൂടെ നിങ്ങക്ക്? അതൊന്നും പറഞ്ഞ കേൾക്കൂല. നിങ്ങൾ രണ്ടാൾ പറഞ്ഞോ എനിക്കൊന്ന് പള്ളിയിൽ പോകണ്ടേ? നമുക്ക് നീങ്ങ. വെയിൽ നോക്കണ്ട വാ. എന്നാലേ ആവൂല. കട പറയാ വേണ്ട, കുടിക്കാൻ വേണ്ട. കൊറേ പൈസ ചെലവായി. കിട്ടില്ല മാങ്ങയാട്ടോ ഇത് അല്ലേ? ഇത് കൊള്ളത്തില്ല കേട്ടോ. അത് തന്നെ അടിപൊളി. അത് അടിപൊളി മാങ്ങ എന്റെ മോനെ. നല്ല കാച്ചിരിക്കുന്നുണ്ടല്ലോ. ഉപ്പും മുളകൊക്കെ ഇട്ട് അടിച്ച അടിപൊളിയായിരിക്കും. സത്യം. ഇച്ചിരി ഒരു കല്ലെടുത്തേ. കല്ലെന്തിനാ? എടാ പറിക്കണ്ടേ? കല്ലിട്ട് പറിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാ വീട്ടുകാരെന്നെ മോശമല്ലേ, നമുക്ക് വീട്ടുകാർ ചോദിച്ചിട്ട് പറിക്കാം. ചോദിക്കാല്ലേ? പിന്നെ ചോദിക്കണം. ചോദിക്കാം. ചോദിച്ച പോയ ഒരു വാക്ക് കിട്ടിയ ചോദിക്കാം. തുറക്ക നീ. അടിപൊളിയാട്ടോ. ആളില്ലേ? ആളുണ്ടെന്നാ തോന്നണേ. കാണുന്നില്ലല്ലോ. പട്ടിയുണ്ട് കേട്ടോ. ആളുണ്ട് കൂട്ടില്ല. അത് മരം നോക്കിയേ. ഇത് ഫുള്ള് പഠിക്കാൻ പറ്റിയ മരം. ഈ വീട് നിറച്ചു മാങ്ങയാണ്. പുളിയാട്ടോ. ആരാ? അതെ ഞങ്ങള് 2 മാങ്ങ പറിച്ചോട്ടെ. എന്നോട് ചോദിക്കാതെ ആ ഗേറ്റിന്റെ ഉള്ളിൽ കടന്നത് ഞങ്ങൾക്ക് ഇഷ്ടായില്ല. ഞങ്ങളുടെ മാവുമ്മേ തൂങ്ങിയതും ഞങ്ങൾക്ക് ഇഷ്ടായില്ല. മാങ്ങ ചോദിച്ചതും ഞങ്ങൾക്ക് ഇഷ്ടായില്ല. എന്റെ മോനെ 2 മാങ്ങയല്ലടാ ചോദിച്ചുള്ളൂ. എന്ത് പറയാനാണ്, 2 മാങ്ങയല്ലേ ചോദിച്ചത്. പക്ഷെ ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന് നോക്കാറുണ്ടല്ലോ. നമ്മള് വായനായിട്ടില്ലടാ ചോദിച്ചേ. അതെ രാഘോട്ട, ക്ലബിന്റെ പ്രസിഡന്റ് ഇങ്ങനെ. പക്ഷെ ആ മോനെ എന്നേട്ടാ ശീതളേട്ടനിടാ. ശീതളേട്ടൻ അറിയില്ലട്ടാ. ആളുണ്ട് എന്തായാലും. സമാധാനായി. എന്താ പരിപാടി? ഒരു അമ്പലത്തിന്റെ ഒരു സംഭാവന നിങ്ങ മുറിക്കുന്ന. നമ്മളല്ലേ ഇപ്പൊ ഒന്നുമില്ലാട്ടാ. അല്ല എന്തായാലും ഇവിടെ കാണും. ശീതളേട്ടാ, ശീതളേട്ടാ, ശീതള എന്റെ ചവിട്ടെല്ലാം വിളിക്കണ്ട. ആർത്തിട്ട് വരൂല വരൂല. എന്താ വെച്ചാലേ പീടിന്ന് എടുക്കേ. അതെ ചോദിക്കും ഒറ്റ പോക്കാ വണ്ടി വരുമ്പോഴേ പറഞ്ഞിട്ടില്ലേ? പക്ഷെ നമ്മള് മേടിച്ചിട്ടേ പോരും. ആ
ഒരു 5000 കൂടിയാണ്. ശീതളേട്ടാ, വാതിലടച്ചാൽ ഒളിച്ചിരിക്കാം, ഒളിച്ചിരുന്നാൽ ഇരുട്ട് കാണാം. ഇരുട്ട് കണ്ടാൽ പേടി വരും, പേടിച്ച് പേടിച്ച് ഇരുട്ടിന്റെ പേടി മാറും. അപ്പൊ വെളിച്ചം വരും, വെളിച്ചത്തെ പേടിക്കും. പേടില്ലാത്ത മനുഷ്യനുണ്ടോ? മനുഷ്യനില്ലാത്ത പേടിയുണ്ടോ? ഞാൻ എന്താ പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായല്ലോ. എന്താ മനസ്സിലായത്? പറഞ്ഞത് കറക്റ്റ് ആണ്. എന്താ മനസ്സിലായത്? പറ. ഇതല്ല എന്തൊക്കെയോ പറഞ്ഞല്ലോ, എന്തൊക്കെയോ പറഞ്ഞല്ലോ, അതൊക്കെ കറക്റ്റാ. ആ അത് കറക്റ്റാണ്. എന്താ എന്താ ഒന്നുമില്ല. എന്തിനു വന്ന അവിടെ? സംഭാവനക്ക് മറ്റേ അമ്പലത്തില് ഉത്സവത്തിന് പിരിവിന് വന്നാ? ശീതളേട്ടനൊന്ന് കാണാൻ വേണ്ടി. പിരിവിനാ? ആ പിരിവിന് ഇവിടെ ഒന്നുമില്ല. പിരിവിനേ ഇവിടെ ഒന്നുമില്ല. അല്ല ഇനി ശീതളിനെ കാണാൻ എന്നെ കണ്ടാ മതിയോ? കാര്യമില്ല. എന്താ ശീതളിനെ കാണണ്ടേ? ശീതളിനെ കാണാൻ വേണ്ടി വന്നതാണ്. ആ പക്ഷെ ഇടി ഉണ്ടോ? ആ ശീതളുണ്ട്, ശീതളുണ്ട്. ശീതളിനെ കാണാൻ 50 ഉറുപ്പ്യ തരണം. ശീതളിനെ കാണണമെങ്കിലാ? ശീതളേട്ട അത്ര സംഭാവന വന്നിട്ടേക്ക് നഷ്ടം വരില്ലേ? 50 ഉറുപ്പ്യ തരണം. 50 ഉറുപ്പ്യ ഉണ്ടോ? നമുക്ക് തോന്നുന്നില്ല. എന്താ ഉള്ളത്? ഒന്നുമില്ല. എന്താ പോക്കറ്റിലുള്ളത്? ഒന്നുമില്ല. ആര് പറഞ്ഞു? ഒന്നുമില്ലേ? ഒന്നുമില്ല. കുറച്ച് പോയേ. ഇത് കന്നഡ മാത്രം, ഒരു പെന്ന് പെന്ന് എഴുതാൻ വേണ്ടിട്ട് പെന്ന് മാത്രം. ഒരു 50 ഉറുപ്പ്യ ഇല്ല, ഒരു ഉറപ്പില്ല. 50 ഉറുപ്പ്യ ഇല്ല. 50 ഉറുപ്പ്യ വേണം. ഇല്ല. 50 ഉറുപ്പ്യ ഇല്ലെങ്കിൽ ഇതിനെ കണ്ണ് ഞാൻ കുത്തിപ്പൊടി. അയ്യോ, ആകെ കാഴ്ച മാത്രമേ ഇല്ല. ആണോ? ഇല്ലെങ്കിൽ കണ്ടുപോയാലും സാറില്ല. 50 ഇല്ല അപ്പൊ. പോയിക്കോളാം. 50 ഇല്ല അപ്പൊ. ഒന്നുമില്ല. 50 വേണടാ. 50 വേണം. 50 ഉറുപ്പ്യ ഒരു മനുഷ്യന്റെ ജീവനാണ് ഇത്. ബാഗിൽ പൈസ ഇല്ലേ? ബാഗിൽ പൈസ ഉണ്ട്. 50 ഉറുപ്പ്യ സച്ചേട്ടാ, ആ സച്ചേട്ടാ കൊരവണ്ടിയത് 50 ഉറുപ്പ്യ വേണം. 50 ഉറുപ്പ്യ 50 ഉറുപ്പ്യ കേട്ടെ. എവിടെ ഇവിടെ വന്നേ? ഇവിടെ ഒന്നും ചെയ്യാമോ? കമോൺ ഇവിടെ വാ. സച്ചേട്ടാ എവിടേക്കാ പോണു? പോ, എവിടെയെങ്കിലും പോയാ പോരാ. പിരിവിന് പോവല്ലേ? അമ്പലത്തിന്റെ പിരിവിന് പോവല്ലേ? നല്ല വെയിലാണ്. ആ സൂര്യതാപം ഉണ്ടാവും, നല്ല സൂര്യതാപം ഉണ്ടാവും, ശരീരം പൊള്ളും. ഓട്ടോറിക്ഷ വിളിച്ചു പോയിക്കോ. ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോയിക്കോ. ഓക്കോ. എത്ര നല്ല മനുഷ്യൻ. ഓട്ടോറിക്ഷ വിളിക്കും. ഓട്ടോറിക്ഷ വിളിച്ചോ? പൈസ ഒന്നല്ലോ. നീ അതെന്റെ പൈസ. ഓട്ടോറിക്ഷ വിളിച്ചു പോയിക്കോ കേട്ടോ. നിങ്ങളുടെ വിഷയം. ജീവൻ കിട്ടിയത് രക്ഷപ്പെട്ട വിട്ടോ, അതാ നല്ലത്. നാം ഒരുമിച്ചു സ്നേഹിച്ച കടൽ നീ മറക്കണം, നാം ഒരുമിച്ച് നടന്ന വഴി നീ നടക്കണം. എന്താ എവിടുന്ന? ഈ മണ്ടോദരി മാഡത്തിന്റെ വീട് ഇതല്ലേ? മണ്ടോദരി മാഡത്തിന്റെ വീട് ഇതാണോ? വീട് ഇതാണെന്ന്. വീട് ഇതാണോന്ന്? ആരെ കാണാൻ വന്നതാ? അല്ല, മണ്ടോദരി മാഡത്തിനെ ഒന്ന് കാണണമായിരുന്നതാ. എന്നെ കണ്ടാ മതിയോ? അല്ല, എന്നെ കണ്ടാ മതിയോ? മാഡത്തിനെ ഒന്ന് കാണണമായിരുന്നു. മാഡത്തിനെ ഒന്ന് കാണണമായിരുന്നു. ആ എന്തിനാ? അത് അവരോട് പറയാ. അതെ, എന്റെ അനിയന്റെ ഭാര്യയാണ്. ആണോ? എന്റെ അനിയന്റെ ഭാര്യയാണ്. ഒന്ന് വിളിക്കോ? ഒന്ന് വിളിക്കോ? വിളിക്കാമോ? ആ വിളിക്കാം. എന്താ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ? പോക്കറ്റിൽ വണ്ടിക്കാശുണ്ട്. വണ്ടിക്കാശുണ്ട്. വണ്ടിക്കാശുള്ളൂ. വണ്ടിക്കാശുള്ളൂ അല്ലേ? വല്ലതും കുടിക്കണോ? വേണ്ട, ഒന്ന് വിളിച്ചാ മതി. സംഭാരണ്ടേ? അയ്യോ വേണ്ട. കുടിച്ചോ? വേണ്ടായിട്ടാണ്. കുടിച്ചോ? വേണ്ടേട്ടാ, ഒന്ന് കണ്ടാ മതി. എന്നാ കേറിയിരുന്നോ? എന്തേ? നിനക്ക് കവിത അറിയോ? കവിത അങ്ങനെയൊന്നും ഇല്ല. കേട്ടിട്ടുണ്ട്. അല്ല, ചൊല്ലാറിയില്ലേ? ചൊല്ലാറിഞ്ഞൂടാ. അതെന്താ അറിയാത്ത? കവിത അറിയാൻ പാടില്ല. ഒരു കവിത ചൊല്ലണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കവിത. എനിക്ക് അറിഞ്ഞൂടാ. നീ കവിത ചൊല്ലണം. ഒരു കവിത ചൊല്ലി. അറിഞ്ഞൂടാ. എന്താ അറിഞ്ഞൂടാന്ന്? പഠിച്ചിട്ടില്ല. പഠിക്കണം. കവിത ചൊല്ലാതെ കൈവിടിയേട്ടാ. കവിത ചൊല്ലാതെ ഇവിടുന്ന് പോവില്ല. എന്തൊരു മേടാണ്. കവിത ചൊല്ലി, ഒരു കവിത ചൊല്ലി. അറിഞ്ഞൂടാ എന്താ ചേട്ടാ കവിത? എന്നാ ഒരെണ്ണം ചൊല്ല്. അറിയണത് ഇല്ല, അറിയണത് ചൊല്ല്. അറിയണത് ചൊല്ല്.
റാഗി പറക്കുന്ന ചെമ്പരുന്ത് ചെമ്പരുന്ത് നീണ്ടോ മാമാങ്ക വേല കണ്ടു വേലയും കണ്ടു വിളക്കും കണ്ടു കടൽ തിര കണ്ടോ കപ്പൽ കണ്ടോ. നന്നായി പാടിയല്ല. പെട്ടെന്ന് വന്നതാണ്. നന്നായിട്ടുണ്ട് കേട്ടാ, നന്നായിട്ടുണ്ട് ട്ടാ. ഒന്ന് വിളിക്കുവോ? ഒന്ന് വിളിക്കുവോ? ആരാ? അതാ അവര് വന്നു. അതെ, അവര് പുറത്തേക്ക് വരില്ല. അവരെ പുറത്തേക്ക് വരില്ല. സംസാരിച്ചോ. നമസ്കാരം മാഡം, എന്റെ പേര് പാരിജാതൻ. ഞാൻ ഓഫീസിൽ ചെന്നിരുന്നു. അപ്പൊ അവിടെ ലീവാന്ന് പറഞ്ഞോണ്ട് ഇവിടെ വന്നത്. അതിന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്താ? മാഡം, ഞാൻ സെയിൽസ്മാൻ റാങ്ക് പട്ടികയിലേ ഉള്ള ആളാണ്. അപ്പൊ ഈ ആഴ്ചയും കൂടി ഉള്ളു അതിന്റെ ഡേറ്റ്. അതൊക്കെ ഓഫീസിലല്ലേ, ഇത് വീടല്ലേ? അല്ല മാഡം, ഇനി അധികം സമയമില്ലല്ലോ. ഞാൻ റീജിയണൽ ഓഫീസിൽ അന്വേഷിച്ചപ്പോ മാഡത്തിന്റെ ഡിപ്പോയിൽ ഒരു 3-4 വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല, അവിടെ ഒഴിവൊന്നുമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ മാഡം. അത് റിപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾ 3-4 പേർക്ക് ജീവിതമാകും മാഡം. എന്താ ചെയ്യാ, അവിടെ ഒഴിവില്ലേ? മാഡം, ഏജ് ഓവറാണ്. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. നിങ്ങൾ ഏജ് ഓവർ ആയത് എന്റെ കുറ്റല്ലല്ലോ. അതുകൊണ്ടല്ല മാഡത്തിനെ ഞങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ വിവരാവകാശം വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ 3 ഒഴിവുണ്ടെന്ന് പറഞ്ഞു മാഡത്തിന്റെ. അങ്ങനെ ഒരു ഒഴിവ് അവിടെ ഉള്ളത് എനിക്കറിയില്ല. കഴിഞ്ഞില്ലേ, പൊക്കോളും. ഇപ്പൊ ഈ ആഴ്ച അവസാനിക്കും. അതിപ്പോ മാഡം റിപ്പോർട്ട് ചെയ്താലേ ഞങ്ങൾക്ക് അതിൽ കയറാൻ പറ്റും. ഒന്ന് പറയാം. ഈ വിവരാവകാശത്തിന് അവിടെ പോയി ചോദിച്ചോന്ന് പറഞ്ഞില്ലേ, ഒന്നിനും അവരോട് ജോലി തരാൻ പറയാ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ അവർക്ക് തെറ്റിയിട്ടുണ്ടാവും ചിലപ്പോ. പിന്നെ ഇപ്പോ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നോണ്ട് എല്ലാവർക്കും ജോലി കിട്ടിക്കൊള്ളണമെന്നില്ല. അതൊക്കെ ഒരു ലക്കാണ്. ആ ലക്ക് ഉണ്ടെങ്കിൽ കിട്ടും. അത്രേ ഉള്ളൂ. ഇപ്പൊ പോയിക്കോളൂ. പൂട്ടിയില്ലേ? പൂട്ടി സംഗതി പൂട്ടിയേ. ഒരു പോയിന്റ് ശ്രദ്ധിച്ചോ. ഒരു പോയിന്റ് നിനക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത്, ഒരാളും സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ട് ജനിക്കുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഒരു കസേരയിൽ ഇരുന്നാലും നാളെ വേറൊരാൾ വരുമ്പോൾ അത് മാറിക്കൊടുക്കണം. ഇന്ന് അവനിരുന്നു, നാളെ നീ ഇരിക്കും, അതിന്റെ അടുത്ത ദിവസം വേറൊരാളിരിക്കും. ഇതൊരു സർക്കിളാണ്. ജീവികൾക്കൊക്കെയും വേണമല്ലോ മറ്റു ജീവികൾ തൻ സഹായം എന്ന് കേട്ടിട്ടില്ലേ? ഹലോ, നീ ഇവിടെ മൊബൈൽ ഒളിപ്പിച്ച് ഓടി വിടാ. എന്റെ മൊബൈൽ ഉണ്ടായിട്ടുണ്ട് വിളിപ്പിക്കാൻ. എടാ, എന്നിട്ടാണ് CCTV ക്യാമറ നിന്റെ കൊണ്ടത് എടുക്കുന്നത്. അയ്യോ എന്റെ സാറ്, ഞാൻ ടേബിളിന്റെ മണ്ടയ്ക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ വന്നപ്പോ ചൊറിഞ്ഞു. അപ്പൊ ഞാൻ ചൊറിഞ്ഞതാ സാറേ. നീ വിളവെടുക്കാൻ നിൽക്കല്ലേ. എന്റെ സാറ്, എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം, എന്റെ ഭാര്യയാണ് സത്യം. സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല സാറേ. എടാ, മൻമോഹൻ സാറ് റിട്ടയർഡ് ആകാൻ പോവാ. ഒരൊറ്റ കേസും വെറുതെ കൂടില്ല. നിന്നെ പപ്പടം പോലെയാക്കും, ഞാൻ പറഞ്ഞേക്കാം. എന്റെ പൊന്നു സാറേ, ഞാൻ മൊബൈൽ എടുത്തിട്ടില്ല. 10 വട്ടം ഞാൻ സാറിനോട് പറഞ്ഞില്ലയോ? എങ്ങനെ വിശ്വസിക്കും സാറേ? സത്യം പറയാനുള്ള സാറേ. എന്താ സാറേ, വെയിലത്ത് നിന്നുള്ള പെറ്റടിയെ ഉരുകിപ്പോയി. ഇനിയിപ്പോ എത്ര വേനലാണെങ്കിലും എനിക്ക് പെറ്റിയടിക്കണ കാര്യം എന്ന് പറഞ്ഞാൽ മൂന്നാറിൽ നിൽക്കുന്ന ഒരു സുഖമാണ് എനിക്ക്. എന്നാലും എൻ്റെ ലൈഫിലുണ്ടല്ലോ മോന, എൻ്റെ ഇത്രയും വർഷത്തെ സർവീസിനിടയിൽ ഇത്രയും പെറ്റി പിടിച്ചൊരു ദിവസം ഉണ്ടായിട്ടില്ല. അണയാൻ പോകുന്നത് ഈ ആളിക്കത്തും. അല്ല, ഞാൻ പറഞ്ഞല്ലോ സാറേ, ഒരു പാഞ്ചൊല്ലുണ്ടാ പറഞ്ഞത്. ആ, പക്ഷെ നാളെ ഞാൻ ആർക്ക് പെറ്റി കൊടുക്കും മോന? ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഞാൻ ആലോചിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വർഷം തള്ളി നീക്കണ പോലെയാണ് സത്യം. പക്ഷെ ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ കയറി 25 കൊല്ലം എന്ന് പറയാൻ എനിക്ക് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുകയാണ്. എങ്ങനെ ഇത്രയും പെട്ടെന്ന് ദിവസം പോയി ഒരു പിടിയില്ല. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് സർക്കാരിന് വേണ്ടിയിട്ട്. എനിക്ക് ജോലി ചെയ്ത് കൊതി തീർന്നിട്ടില്ല മോനെ. സത്യത്തില് എനിക്ക് ഇനി ഒരുപാട് സേവിക്കണമെന്നുണ്ട്. പക്ഷെ സർക്കാരാണെങ്കിൽ ഇങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഇന്ന് കൂട്ടും നാളെ കൂട്ടും പെൻഷൻ പ്രായം എന്ന് പറഞ്ഞാൽ അത്ര നാളായി. എന്തായാലും ഇപ്പൊ ഇനി വൈകുന്നേരത്തിന്റെ ഉള്ളിൽ ഈ പെൻഷൻ പ്രായം കൂട്ടൂല. ആലോചിച്ചിട്ടേ എനിക്ക് വരണം മോനെ. ഞാന് സാറൊന്ന് റിലാക്സ് ആകെ. ഇന്ന് പോയിട്ട് മുഖമൊക്കെ കഴിക്കും, ഫ്രഷ് ആയിട്ട് വാ. ഇന്ന് സാറിന്റെ അവസാനത്തെ ദിവസമല്ലേ? അവസാനം എന്നുള്ള വാക്കിന് മിണ്ടരുത് സാറ് വിരമിക്കുന്ന ദിവസമല്ലേ? ഇന്ന് സെൻഡ് ഓഫ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ?
ഇത് നോക്കി ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെച്ചിട്ടില്ലേ ഏ? പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അയാളെ എന്തിനാ പിടിച്ചോണ്ട് നിൽക്കണേ? സാറേ മോഷണ കേസാണ് സാറേ ഇത്. ചുമ്മാ സാറേ കള്ളം പറഞ്ഞതിനെ എടുത്തിട്ട് ഇടിക്കാനാ സാറേ. എന്ത് ചെയ്യും സാർ? എന്താ ചെയ്യും? ചത്തുപോകും സാറേ. സാറിന്റെ റിട്ടയർമെന്റ് ഇവിടെ ജയിലിൽ തന്നെ ഇറക്കേണ്ടി വരും. സാറാ പശു പോലെ ഇരിക്കുന്ന ആള്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല മോനെ. വിശ്വസിക്കണം സാറേ. ഞാൻ റിട്ടയർ ആയെന്നുള്ളത്. സാറേ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് സാറേ. ചെല്ലു സാറും ചെല്ലു, ഫ്രഷ് ആയിട്ട് സാർ. ശരി സാറേ. ഓക്കെ, ഇപ്പൊ ഞാൻ ഓക്കെ. നിനക്ക് അത് തന്നെ വേണോടാ. നീ എരന്ന് മേടിച്ച നീ